ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ജീരകം ഒന്നും ഇങ്ങോട്ട് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സവാളൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റണം. അപ്പോൾ അതാ നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവന്ന് മാറി വരുന്നത് വരെ നമുക്കതിനൊന്ന് വഴറ്റണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും പിന്നെ കുറച്ച് തോന മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്നും കൊണ്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട ബ്രെഡ് എടുത്തിട്ട് അതിനെ നമുക്കിതുപോലെ 4 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ബ്രെഡൊക്കെ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഓരോന്നായിട്ട് നമ്മളെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ബാറ്ററിൽ മുക്കുമ്പോൾ നമ്മളെ ബ്രെഡിൻ്റെയും മസാലേൻ്റെയും ഒക്കെ എല്ലാ ഭാഗത്തും നമ്മളെ ബാറ്ററി കോട്ടായിട്ട് വേണം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്നുകൊണ്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗം നല്ലൊരു കളറായാലും നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. അത് നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. പിന്നെ നമുക്ക് വൈകിട്ടൊക്കെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പിന്നെ ടിഫിൻ ബോക്സിലും കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.